മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10th ചാപ്റ്റർ 10 സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 10.2 ക്വസ്റ്റ്യൻ നമ്പർ 8, 9 ആൻഡ് 10 ആണ്. A quadrilateral ABCD is drawn to circumscribe a circle. See figure 10.12. Prove that AB plus CD plus AD plus BC. നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-sided പോളിഗൺ. ഈ 4-sided പോളിഗണിന്റെ ഉള്ളിൽ ഇൻസൈഡ് ഈ 4 സൈഡിനെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AB plus CD, that sum of the opposite side. കണ്ടോ, AB plus CD എന്ന് പറയുന്നത് BC plus ADക്ക് ഈക്വൽ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് PB ഈക്വൽ ടു BQ ആണ്. അതിനുള്ള റീസൺ എന്താണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? PBയും BQവും ഈക്വൽ ആവാനുള്ള റീസൺ, ആൻഡ് ദിസ് PB ആൻഡ് ദിസ് BQ. അതെ, എന്താണ് അതിനുള്ള റീസൺ? ടാൻജന്റ് ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. വൃത്തത്തിന്റെ പുറത്തുനിന്നുള്ള ഒരു പോയിന്റിൽ നിന്നും നമ്മൾ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജന്റിന്റെ ലെങ്ത്തുകൾ സെയിം ആയിരിക്കും. സോ PB ഈക്വൽ ടു BQ. ദെൻ PA ഈക്വൽ ടു AS. അതേപോലെ ഞാൻ എല്ലാ ഈക്വൽ ആയിട്ടുള്ള ടാൻജന്റുകളും എഴുതാൻ പോവാണ്. PA ഈക്വൽ ടു AS. Then DS equal to DR, then CR equal to CQ. ഓക്കെ, 4 ഇക്വേഷൻസ് ഞാൻ അവിടെ എഴുതി. എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ PB ഈക്വൽ ടു BQ ആണ് എഴുതിയത്. നിങ്ങൾക്ക് AP ഈക്വൽ ടു AS എഴുതാം, DS ഈക്വൽ ടു DR, അങ്ങനെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എഴുതാം. ഇനി ഈ 4 ഇക്വേഷനും ഞാനൊന്ന് ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യം ലെഫ്റ്റ് സൈഡുകൾ ആഡ് ചെയ്യണം. അപ്പോൾ PB പ്ലസ് PA പ്ലസ് DS പ്ലസ് CR, BQ പ്ലസ് AS പ്ലസ് DR പ്ലസ് CQ. ഇതിൽ PA പ്ലസ് PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതൊന്ന് നോക്കിയേ. PA പ്ലസ് PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് AB ആണ്. ഇനി DS ഇതാണ്. ഒരു മിനിറ്റ്, എല്ലാം ഒന്ന് മായ്ക്കാം. ഓക്കെ, PA പ്ലസ് PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് AB ആണ്. ഓക്കെ, ഇനി AB പ്ലസ് CD ആണ് കിട്ടേണ്ടത്. ഇനി ഇത് കിട്ടണം അല്ലേ? പക്ഷേ DS പ്ലസ് CR അല്ല, CR ഇതാണ്, DS ഇവിടെ കിടക്കണം. അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു മാറ്റം വരുത്താം. DS ആർക്ക് ഈക്വൽ ആണ്? DRന് ഈക്വൽ ആണ്. അപ്പം ഇവിടെ DSന് പകരം DR എന്ന് കൊടുക്കാം. ഇവിടെ DRന് പകരം എന്തും കൊടുക്കാം? DSഉം കൊടുക്കാം. ഓക്കെ, DS ഈക്വൽ ടു DR. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു. ഈ DSന്റെ സ്ഥാനത്ത് DRഉം ഈ DRന്റെ സ്ഥാനത്ത് DSഉം കൊടുക്കാം. എങ്ങനെ എഴുതിയാലും നമ്മൾ ആ ഓർഡറിൽ വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഇപ്പോൾ PB പ്ലസ് PAക്ക് പകരം AS ആണ് അവിടെ വരുന്നതെങ്കിൽ AS PAക്ക് ഈക്വൽ ആയിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി PB പ്ലസ് PA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ആണ്. DR പ്ലസ് CR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് DC ആണ്, അല്ലെങ്കിൽ CD ആണ്. ഇനി ഇവിടെ നോക്കുക, BQ പ്ലസ് CQ ആണ്. നമ്മൾ അഡീഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ അപ്ലൈ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ഓർഡറിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ BQ പ്ലസ് CQ എന്ന് ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, BQ പ്ലസ് CQവും AS പ്ലസ് DC. എന്താ BQ പ്ലസ് CQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് BC ആണ്. AS പ്ലസ് DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് AD ആണ്. ഇപ്പൊ നോക്കിയേ, AB പ്ലസ് CD ഈക്വൽ ടു BC പ്ലസ് AD എന്ന് കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. That's very simple. Okay, hence proved. Then അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? ഫിഗർ 10.13. XY and X dash Y dash are two parallel tangent to a circle with the center O and another tangent AB with a point of contact C intersecting XY at A, X dash Y dash at B. Prove that angle AOB is equal to 90 degree. സംഭവം എത്രയേ ഉള്ളൂ. ആ AOB എന്ന് പറയുന്ന ആംഗിൾ ഈ ആള് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. സംഭവം അത്രയാണോ? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി സൊല്യൂഷൻ നമ്മൾ ആനിമേഷൻ കൊടുത്തപ്പോൾ ആഫ്റ്റർ ഓൾ കൊടുത്തുകൊണ്ടൊക്കെ വന്നുപോയി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ.
ജസ്റ്റ് ഞാനിവിടെ ആ ഓയിൽ നിന്നും സിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ആ ഓയിൽ നിന്നും സിയിലേക്ക് ഞാനൊരു ലൈൻ വരച്ചിട്ട് ഞാൻ ആ കളർ ചെയ്ത 2 ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തു. എന്നിട്ട് ഇവിടെ ശ്രദ്ധിച്ചോളാം, ഒ സി എ 90 ഡിഗ്രിയാണ് ആണേ, ഒ സി എ 90 ഡിഗ്രിയാണ്, ഒ പി എയും 90 ഡിഗ്രിയാണ്. ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജന്റ്. ഒ സി ഈക്വൽ ടു ഒ പി ആണ്. ഒ സി ഈക്വൽ ടു എന്താണ്? ഒ പി ആണ്. അതേപോലെ തന്നെ പി എ ഈക്വൽ ടു സി എ ആണ്. പി എ ഈക്വൽ ടു സി എ ആണ്. ടാൻജന്റ് ഫ്രം എ പോയിന്റ് ഔട്ട് സൈഡ് ദ സർക്കിൾ. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് എ എസ് പ്രകാരം ഈ 2 ട്രയാങ്കിൾ എന്താവും? കോൺഗ്രന്റ് ആവും. ഇവിടെ എസ് എ എസ് മാത്രമല്ല കേട്ടോ, എസ് എസ് എസും ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ആദ്യം ഇതിൽ എഴുതിയതൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് എസ് 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 പറഞ്ഞുതരാം കേട്ടോ. നോക്കിയാ, അപ്പോൾ ഇത് മനസ്സിലായാലും ഈ 2 ട്രയാങ്കിൾ, ഈ പി എന്ന് പറയുന്ന ആംഗിൾ 90 ആണ്, സി എന്ന് പറയുന്ന ആംഗിൾ 90 ആണ്. ഒ സി എന്ന് പറയുന്നത് ഒ പിക്ക് ഈക്വൽ ആണ്, പി എ എന്ന് പറയുന്നത് എ സിക്ക് ഈക്വൽ ആണ്. അപ്പോൾ എസ് എ എസ് പ്രകാരം ഈ ട്രയാങ്കിൾ കോൺഗ്രന്റ് ആവും. ട്രയാങ്കിൾ കോൺഗ്രന്റ് ആണെന്നുണ്ടെങ്കിൽ അതിലെ കോണുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ പി എക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും അതിൻ്റെ പേരെന്താ? പി ഒ എ അല്ലെങ്കിൽ എ ഒ പി, ആ ആംഗിളും അതേപോലെ തന്നെ പി എ ഒ സി അല്ലെങ്കിൽ സി ഒ എ എന്ന് പറയുന്ന ഈ ആംഗിളിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ആംഗിളിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഇനി ഇതിന് രണ്ടിനും ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഇവിടെ നോക്കിക്കോട്ടോ, ഇതിന് രണ്ടിനും ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഇനി ഒ സി ഈക്വൽ ടു ഒ ക്യു. ഇവിടെ ശ്രദ്ധിക്കുക, ഒ സി ഈക്വൽ ടു ഒ ക്യു റേഡിയസ് ആണ്, അടുത്തതിനുള്ളതാണ് കേട്ടോ. ഒ സി ഈക്വൽ ടു ഒ ക്യു ആണ്. ഒ ബി ഈക്വൽ ടു ഒ ബി ആണ്. ഒരു സൈഡും കൂടി ഉണ്ടല്ലോ, എവിടെ? ക്യു ബി ഈക്വൽ ടു സി ബി. ഈ ഒരു കൺസെപ്റ്റാണ് ഞാൻ രണ്ടോടത്ത് യൂസ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഫസ്റ്റത്തെ ട്രയാങ്കിളിൽ ഞാൻ യൂസ് ചെയ്തത്, ഇവിടെ ഈ 2 ട്രയാങ്കിളാണ് ഞാൻ എടുത്തിട്ട് കേട്ടോ. ഫസ്റ്റത്തെ ട്രയാങ്കിളിൽ ഞാൻ യൂസ് ചെയ്തത് എസ് എ എസ് ആണ്. രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഞാൻ യൂസ് ചെയ്യണത് എസ് 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 ആണ്. ഈ ഫസ്റ്റത്തേലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എസ് 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 യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ പി എ ഈക്വൽ ടു എ സി ആണ്, ഒ പി ഈക്വൽ ടു ഒ സി ആണ്, ഒ എ എന്ന് പറയുന്നത് കോമൺ സൈഡാണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ രണ്ടാമത്തെ എടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒ സി ഒ ക്യൂന് ഈക്വൽ ആണ്, റേഡിയസ് ആണ്. ഒ ബി കോമൺ സൈഡാണ്. ക്യു ബി ഈക്വൽ ടു ബി സി ആണ്, ടാൻജന്റ് ഫ്രം ഔട്ട് സൈഡ് ദ സർക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ട്രയാങ്കിൾ എന്താവും? കോൺഗ്രന്റ് ആവും. ഓക്കെ, അതിൻ്റെ ഫിഗർ ഞാൻ തൊട്ടിതിൽ കാണിച്ചു തരാം കേട്ടോ. ഈ ഇപ്പുറത്തെ ഫിഗറിൽ കണ്ട നിങ്ങൾ ഈ കളർ ചെയ്ത 2 ഇത് രണ്ടും കോൺഗ്രന്റ് ആണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അത് കോൺഗ്രന്റ് ആയത്? ഒ സി എന്ന് പറയുന്നത് ഒ ക്യൂന് ഈക്വൽ ആണ്, ഒ ബി കോമൺ ആണ്, ബി സി ഈക്വൽ ടു ക്യൂ ബി ആണ്. 3 സൈഡ് ഈക്വൽ ആകുമ്പോൾ ട്രയാങ്കിൾ എന്താവും? കോൺഗ്രന്റ് ആവും എസ് 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 പ്രകാരം. ഇവിടെയും തന്നെ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കോണുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഞാനിതാ ഈ ക്യൂബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ബി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളിനെ ഞാൻ വൈ എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സി പി സി ടി പ്രകാരം. ഇനി ഞാൻ ഈ 4 കോണുകൾ കൂട്ടാൻ പോവാണ്. അതായത് പി ഒ ക്യു എന്ന് പറയുന്ന ആ സിംഗിൾ ലൈന് 180 ആണ് വരിക എന്നുള്ളത് നമുക്കറിയാം. ഇത് മുഴുവനായിട്ട് ഇങ്ങനെ 180 ആണ്. ഇത് എക്സ്, ഇത് എക്സ്, ഇത് വൈ, ഇത് വൈ. ഓക്കെ, പേരുകൾ ഞാൻ ഇവിടെ എഴുതി. പി ഒ എ, സി ഒ എ, സി ഒ ബി, പിന്നെ ക്യു ഒ ബി. ഞാനിതിൽ വാല്യൂ കൊടുത്തു. എക്സ് പ്ലസ് വൈ പ്ലസ് വൈ. 2x പ്ലസ് 2y ഈക്വൽ ടു 180 കിട്ടും. ഇതിനെല്ലാത്തിനും ഒരു 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 കിട്ടും. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇതും അല്ലെങ്കിൽ ഈ സെൻറ്ററത്തെ 2 അത് രണ്ടല്ലേ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? എ ഒ ബി എന്ന് കൊടുക്കാം. അപ്പോൾ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു എന്ത് കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. സി ഒ ബി പ്ലസ് സി ഒ എ പ്ലസ് സി ഒ ബി ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, then last one, prove that the angle between 2 tangents drawn from an external point to a circle is supplementary to the angle subtended by the line segment joining the point of contact at the center. അതായത് ഒരു സർക്കിളിൻ്റെ, ഞാനിവിടെ ആദ്യം നിന്ന് വരച്ച് കാണിച്ചിട്ട് എന്നിട്ട് ഞാൻ ആ ചിത്രം കറക്റ്റ് കാണിച്ചു കേട്ടോ. ഒരു സർക്കിളിൻ്റെ 2 ടാൻജൻറ്റുകൾ, പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലുള്ള 2 ടാൻജൻറ്റുകൾ തമ്മിലുള്ള കോണും ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന റേഡിയസുകൾ തമ്മിലുള്ള കോണും സപ്ലിമെൻ്ററി ആണ് എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. നോക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഈ ആംഗിൾ 90 ആണ്. ഈ ആംഗിൾ എത്രയാ?
90 ആണ്. അപ്പൊ 90 പ്ലസ് 90 എത്രയായി? 180 ആയി. ഇതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? നോക്കിയേ 1 2 3 4 സൈഡഡ് പോളിഗൺ ആണ്. അതിന്റെ 4 കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടുക? 180 ആണ് കിട്ടുക. അപ്പൊ 90 90 180, ബാക്കി ഇനി എത്ര ഉണ്ട്? 180. ഞാനിതിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എ ഒ പി 90 ഡിഗ്രിയാണ്, ഒ ബി പി 90 ഡിഗ്രിയാണ്. അതിനുള്ള കാരണവും പറഞ്ഞു. ഒ എ പി ഒ ബി പി ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജന്റ് ആണ്. ഇനി ഈ 4 കോണുകൾ കൂട്ടിയാൽ നമുക്ക് 360 ആണ് കിട്ടുക. കാരണം ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്, 4 സൈഡിലുള്ള പോളിഗൺ ആണ്. ഈ 2 കോണിന് നമുക്ക് 90 കൊടുത്തു. 90 90 എത്രയാ? 180. ആ 180 അപ്പുറം കൊണ്ടുവരുമ്പോൾ 360 മൈനസ് 180 180 കിട്ടി. ഇതാ എ ഒ ബി ഈ ആംഗിള്, പിന്നെ എ ബി പി ഇതാ ഈ ആംഗിള്. അപ്പൊ കിട്ടിയില്ലേ? പ്രൂഫായില്ലേ? അപ്പൊ എ പി ബിയും എ ഒ ബിയും കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടും. 180 കിട്ടുമ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് എന്ത്? സപ്ലിമെന്ററി. അതിനാണ് നമ്മൾ പറയുന്നത് എന്ത്? സപ്ലിമെന്ററി.